സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. സഞ്ജു സാംസണിന് ഇനി വെല്ലുവിളിയാവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ മികച്ച ഫോമിലുള്ള സഞ്ജു സാംസൺ തൻ്റെ കരിയറിൻ്റെ ഒരു പ്രൈം ടൈമിൽ തന്നെയാണ് എന്ന് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ ദിവസം അശ്വിൻ പറയുന്നുണ്ടായിരുന്നു, സഞ്ജു സാംസൺ ഇപ്പോൾ കരിയറിൻ്റെ പീക്ക് ലെവലിലാണ്, പ്രൈം ഫോമിലാണ്. സഞ്ജുവിൻ്റെ മെൻ്റൽ കപ്പാസിറ്റി അടക്കം വളരെ മികച്ച ലെവലിലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഏത് വലിയ മാച്ചും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി കളിക്കാൻ ഇന്നത്തെ യുവ ക്രിക്കറ്റ്മാരിൽ സഞ്ജു സാംസണിനുള്ള മികവും പരിചയ സമ്പത്തും മറ്റാരിലുമില്ല. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ 1-ാം ഓവർ മുതൽ 20-ാം ഓവർ വരെ ഔട്ടാവാതെ നിന്ന് ഇത്തരത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുന്നത്, അല്ലെങ്കിൽ IPL ചെന്നൈയിനെ വിജയത്തിലെത്തിക്കുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ആരും തന്നെ അങ്ങനെ ഒരു ഉദ്യമം ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ തൻ്റെ മെൻ്റൽ കപ്പാസിറ്റി കൊണ്ടും അതുപോലെ തന്നെ തൻ്റെ ക്യാപ്റ്റൻസി പാടവം കൊണ്ടും, ക്യാപ്റ്റൻ അല്ലെങ്കിൽ കൂടിയും, ഒരു മികച്ച പ്രൈം ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. T20 ക്രിക്കറ്റിൽ തൻ്റെ സ്ഥാനം സുസ്ഥിരമാക്കിയെങ്കിലും മറ്റു ഫോർമാറ്റുകളിലേക്ക് എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഇനിയും പരിഗണിക്കാത്തത് എന്ന ചോദ്യം സെലക്ടർമാർക്കിടയിൽ ഫാൻസ് തന്നെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് നിരീക്ഷകർ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനിയും എന്തിനാണ് വൈകിക്കുന്നത്? എല്ലാ കളിയും സെഞ്ചുറി അടിക്കണോ, അല്ലെങ്കിൽ എല്ലാ കളിയും 50 അടിക്കണോ, എങ്കിലാണോ നിങ്ങളൊന്ന് കണ്ണു തുറക്കുക എന്നെല്ലാമാണ് ക്രിക്കറ്റ് നിരീക്ഷകർ ചോദിക്കുന്നത്. സഞ്ജുവിന് ഇപ്പോൾ പ്രായം 31 വയസ്സായി. ഇനി ഒരു 5 വർഷമോ 7 വർഷമോ 8 വർഷമോ ആയിരിക്കും മാക്സിമം അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്റ് കരിയർ. അതിനുള്ളിൽ തന്നെ മാക്സിമം സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിന് വേണ്ടി വിവിധ ഫോർമാറ്റുകളിൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കർമ്മം. ആ കർമ്മം ചെയ്യാൻ എന്തിനു മടിക്കുന്നു എന്നതാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം ചോദിക്കുന്നത്. വീരേന്ദ്ര സേവാഗ് ഇന്നലെ പറയുകയുണ്ടായി, അതായത് ഒരു ബാറ്റ്സ്മാൻ 1-ാം ഓവർ മുതൽ 20-ാം ഓവർ വരെ ബാറ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞ് കീപ്പ് ചെയ്യുന്നതും, അങ്ങനെ ആകെ മൊത്തം 40 ഓവർ, സെഞ്ചുറി അടിച്ച 2 കളിയും സഞ്ജു നോട്ട് ഔട്ടാണ്. അത്രയും കപ്പാസിറ്റിയോടുകൂടി, പരിചയ സമ്പത്തോടുകൂടി, വളരെ തെളിമയാർന്ന ഷോട്ടുകൾ, ബുംറയ്ക്കെതിരെ അടിച്ച ഷോട്ടെല്ലാം സെവാഗ് പറയുന്നത്, സെവാഗ് പോലും തൻ്റെ കരിയറിൽ അങ്ങനെ ഒരു ഷോട്ട് കളിച്ചിട്ടില്ല, ആർക്കെതിരെയും ധൈര്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഷോട്ട്, റിസ്കി ഷോട്ടാണത്, അങ്ങനെ ഒരു ഷോട്ട് കളിക്കാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. സഞ്ജു സാംസൺ വളരെ തികവാർന്ന കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. വളരെ പക്വതയാർന്ന, അനാവശ്യ ഹിറ്റുകൾക്ക് ശ്രമിക്കാതെ ബോളിന്റെ മെരിറ്റ് അനുസരിച്ച് കളിക്കുന്ന വളരെ അപൂർവമായ കാഴ്ച കാണാൻ തന്നെ എന്ത് രസമാണ് എന്നാണ് വീരേന്ദ്ര സേവാഗ് അടക്കം ഇന്നലെ പറഞ്ഞത്. അതുപോലെ തന്നെ സച്ചിന്റെ മെന്റർഷിപ്പും സഞ്ജു സാംസണ് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട്. എല്ലാ ഘടകങ്ങളും കൂട്ടുമ്പോൾ സഞ്ജു സാംസൺ വിവിധ ഫോർമാറ്റുകളിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഏകദിനത്തിലും ടെസ്റ്റിലും സഞ്ജുവിനെ പരിഗണിക്കാത്തത്? ഇത്രയേറെ കേപ്പബിൾ ആയിട്ട് സഞ്ജു സാംസൺ നിന്ന് കളിക്കുമ്പോൾ, ഒരു ഏകദിനത്തിലാണെങ്കിൽ സഞ്ജുവിന് പല റെക്കോർഡുകളും, ഇന്ത്യ പോലും ഉറ്റുനോക്കുന്ന പല റെക്കോർഡുകളും സൃഷ്ടിക്കാൻ സാധിക്കും എന്നിരിക്കെ ഇപ്പോഴും എന്താണ് സഞ്ജു സാംസണ് വിലങ്ങുതടിയാകുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് അഭിഷേക് ശർമ്മയെ പോലെ ഒരു ഓപ്പണർ വേണോ? അഭിഷേക് ശർമ്മയുണ്ട്. വിരാട് കോഹ്ലിയെ പോലെ കാര്യക്ഷമമായി ആ മാച്ചിന്റെ ഒരു വിജയം ഉറപ്പാക്കാൻ വേണ്ടി കളിക്കുന്ന ക്ഷമയുള്ള ഒരു ബാറ്റ്സ്മാൻ വേണോ? വിരാട് കോഹ്ലി ഉണ്ട്. ഇനി ഡെത്ത് ഓവറുകളിൽ ഫിനിഷ് ചെയ്യാൻ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ ഒരാൾ വേണോ? മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ട്. ഇതെല്ലാം കൂടി ഒരാളിലുണ്ടെങ്കിൽ അതാണ് സഞ്ജു സാംസൺ. ഇതെല്ലാം ചേരുന്ന, അതായത് അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് വെടിക്കെട്ട്, വിരാട് കോഹ്ലിയിലെ ആ മധ്യ ഓവറുകളിലെ മികവ്, മഹേന്ദ്ര സിംഗ് ധോണിയിലെ ഫിനിഷിംഗ് മെന്റാലിറ്റി, ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ആ സഞ്ജുവിനെ ഇനിയും BCCI അവസരം നിഷേധിക്കുന്നത് സഞ്ജുവിനോട് ചെയ്യുന്ന വളരെ വളരെ വലിയ അനീതിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇനി വേൾഡ് കപ്പ് വരാനിരിക്കുകയാണ്. 2027 ഏകദിന വേൾഡ് കപ്പ് വരാനിരിക്കുമ്പോൾ ആ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉറപ്പായും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇന്ത്യ തോറ്റുപോകുമെന്ന് പറയുന്നവരുണ്ട്. കാരണം
T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്ത നാഷണൽ ഹീറോയാണ് സഞ്ജു സാംസൺ. എല്ലാവരും ഇപ്പോഴും അത് പറയുന്നുണ്ട്. ആദ്യത്തെ 3 കളിയിൽ IPL സഞ്ജു ഒന്ന് ഫോം നഷ്ടപ്പെട്ടപ്പോൾ വിമർശിച്ച പലരും ഇന്ന് മിണ്ടാതിരിക്കുകയാണ്. ഇനി വിമർശിക്കാനൊന്നുമില്ല. തുടർന്നുള്ള കളികളിൽ സഞ്ജു കളിച്ചില്ലെങ്കിലും 2 സെഞ്ചുറികൾ IPL പകുതിയാകുമ്പോൾ തന്നെ, ആദ്യത്തെ ലാപ്പ് പൂർത്തിയാക്കുമ്പോൾ തന്നെ സഞ്ജു തികച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു സാംസണിനെ എത്രയും വേഗം എടുക്കുക. T20 വേൾഡ് കപ്പിൽ സഞ്ജു കളിച്ച് ജയിപ്പിച്ച പോലെ അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ നമുക്ക് ഏകദിന വേൾഡ് കപ്പിലും വേണം എന്നാണ് ആരാധകരും നിരീക്ഷകരും പറയുന്നത്. BCCI ഉറപ്പായിട്ടും സഞ്ജുവിനെ പരിഗണിക്കുമെന്ന് തന്നെയാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അജിത് അഗാർക്കർ പോലെയുള്ള ചിലർക്ക് ഗില്ലിനോടുള്ള ഒരു പ്രത്യേക പ്രിയം, നമുക്കറിയാം ശ്രേയസ് അയ്യർ അടക്കമുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഈ ഗില്ലിനോടുള്ള സെലക്ടർമാരുടെ അമിതമായ ഒരു ലോബി കലർന്ന ഒരു പ്രിയം കാരണമാണ്. ആ പ്രിയം മാറ്റിവെച്ച് ഇവർ ചിന്തിച്ചാൽ മാത്രമേ മികച്ച കളിക്കാരെ, ശ്രേയസ് അയ്യരെ പോലുള്ള, സഞ്ജു സാംസണെ പോലുള്ള മികച്ച കളിക്കാരെ, മെന്റൽ കപ്പാസിറ്റി ഉള്ള, ക്ഷമയുള്ള, ആ ഒരു വിന്നിങ് കൈൻഡ് ഓഫ് ആളുകളെ നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അജിത് അഗാർക്കർക്കൊക്കെ ഇപ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിലയിലാണ്. T20 വേൾഡ് കപ്പ് സമയത്ത് സഞ്ജു സാംസണിനെ കളിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ വളരെ പുച്ഛച്ചിരിയോടെ അദ്ദേഹം പറഞ്ഞത് ഗില്ലിന്റെ അഭാവത്തിലാണ് സഞ്ജു വന്നിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരാളുടെ അഭാവത്തിൽ വരേണ്ട ഒരാളല്ല. സഞ്ജു സാംസണിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി സഞ്ജു സാംസൺ ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഘടകത്തെ മനസ്സിലാക്കുക എന്നത് ബേസിക് ആയ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ BCCI കടുത്ത വിമർശനങ്ങൾക്ക് വിധേയരാകും. ഇനി വേൾഡ് കപ്പിന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ഇത്തരം തീരുമാനങ്ങൾ ഇവർക്ക് തിരിച്ചടിയാകും. ഈ മാനേജ്മെന്റിന് തന്നെ ഒടുവിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് സഞ്ജു സാംസണിനെ T20 വേൾഡ് കപ്പിൽ കളിപ്പിച്ചതുപോലെ ആ ഒരു സാന്നിധ്യം വേൾഡ് കപ്പ് ഇനി 50 ഓവറിൽ വരാനിരിക്കെ ഏകദിന വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഉണ്ടായിരിക്കണം എന്ന നിലപാടിലേക്കാണ് ക്രിക്കറ്റ് ലോകം എത്തുന്നത്. ക്ലച്ച് മാച്ചസിൽ, അതായത് സുപ്രധാനമായ മാച്ചുകളിൽ സഞ്ജു സാംസണിന്റെ മികവ് അവർണ്ണനീയമാണ്. അത്രത്തോളം മികച്ച പ്ലേ ആണ് സഞ്ജു സാംസൺ നിർണായക മത്സരങ്ങളിൽ കളിക്കുന്നത്. നിസാര മത്സരങ്ങളിലുള്ള കാര്യമല്ല, വളരെ നിർണായക ഘട്ടങ്ങളിൽ സഞ്ജു സാംസൺ ടീമിന്റെ ഒപ്പം തന്നെ വിജയിപ്പിച്ചെടുക്കാൻ അവസാനം വരെ നിൽക്കും. അതുപോലുള്ള ക്ലച്ച് മാച്ചസുകളാണ് ഏകദിന വേൾഡ് കപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഏകദിന വേൾഡ് കപ്പിൽ സഞ്ജു സാംസണിനെ BCCI തീർച്ചയായും ഉൾപ്പെടുത്തണം. ഏകദിന വേൾഡ് കപ്പ് സ്ക്വാഡിൽ സഞ്ജു അല്ലാതെ മറ്റാരെയും പരിഗണിക്കാൻ പാടില്ല. സഞ്ജു അല്ലാതെ മറ്റാരെ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. T20 ഫോർമാറ്റിൽ മാത്രമല്ല, ഏകദിന ക്രിക്കറ്റിലും സഞ്ജു സാംസണിന്റെ അച്ഛനടക്കം പറയുന്നത് പോലെ ടെസ്റ്റ് ക്രിക്കറ്റിലും സഞ്ജു സാംസൺ കളിച്ച് കാണണം. ആ ഒരു 5, 6, 7 വർഷം സഞ്ജുവിന് ഇനി കരിയറിലുള്ള ഒരു 37, 38 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇതെല്ലാം സഞ്ജുവിന് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായി നമ്മളും ആഗ്രഹിക്കുകയാണ്. BCCIയും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകവും ആ കാര്യം വളരെ പരിഗണനാപരമായ രീതിയിൽ കാണുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആരാധകരും നിരീക്ഷകരും ഒരുപോലെ പറയുന്നുണ്ട് എല്ലാ ഫോർമാറ്റുകളിലും സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന്. ഇനി എന്തായിരിക്കും BCCIയുടെ തീരുമാനമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? T20 ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങേണ്ട ആളാണോ സഞ്ജു സാംസൺ? ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും വരാനിരിക്കുന്ന ഏകദിന വേൾഡ് കപ്പിലും സഞ്ജു സാംസൺ നമ്മുടെ ഇന്ത്യൻ കുപ്പായം അണിയണ്ടേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വളരെ നന്ദി. വീണ്ടും കാണാം.